എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +2 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിന്റെ സെക്കൻഡ് ടോപ്പിക് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്. എന്താണ് ഒരു ഫംഗ്ഷൻ? എ ഫംഗ്ഷൻ ഈസ് എ റിലേഷൻ ദാറ്റ് അസൈൻസ് എക്സാക്ട്ലി വൺ ഔട്ട്പുട്ട് ടു ഈച്ച് ഇൻപുട്ട്. It is denoted by f from a to b, where a is domain and b is codomain. For example, f of x equal to 2x plus 3. അതായത് ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സാക്ട്ലി വൺ ഔട്ട്പുട്ട് കിട്ടുന്ന റിലേഷൻസിനെ വിളിക്കുന്ന പേരാണ് ഫങ്ഷൻസ്. ഓർത്തിരിക്കുക, എല്ലാ ഫങ്ഷൻസും റിലേഷൻസ് ആണ്, പക്ഷെ എല്ലാ റിലേഷൻസും ഫങ്ഷൻസ് അല്ല. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്ന രണ്ട് ടോപ്പിക്സ് ആണ് 1 ആൻഡ് ഓൺ ടു ഫങ്ഷൻസ്. 1 ഫംഗ്ഷന്റെ മറ്റൊരു പേരാണ് ഇൻജക്റ്റീവ് ആൻഡ് ഓൺ ടു ഫംഗ്ഷന്റെ മറ്റൊരു പേരാണ് സർജക്റ്റീവ്. എന്താണ് 1 ഫംഗ്ഷൻ? A function f from a to b is called 1 or injective if different elements in the domain have different images in the codomain. അതായത് ഈ ആരോ ഡയഗ്രാം കൺസിഡർ ചെയ്യാം. എ എന്ന് പറയുന്നതാണ് നമ്മുടെ ഡൊമൈൻ, ബി ആണ് കോഡൊമൈൻ. എയിൽ നമുക്ക് 4 എലമെന്റ്സ് ആണുള്ളത്, 1 2 3 4, ആൻഡ് ബിയിലും 4 എലമെന്റ്സ് എ ബി സി ഡി. 1 എന്ന് പറയുന്ന എലമെന്റ് മാപ്പ് ചെയ്യുന്നത് 1 2 മാപ്പ് ചെയ്യുന്നത് ബിയിലോട്ട്, സി മാപ്പ് ചെയ്യുന്നത് സിയിലോട്ട്, 4 മാപ്പ് ചെയ്യുന്നത് ഡിയിലോട്ട്. എല്ലാ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജസ് ആണുള്ളത്. സോ ഇത്തരത്തിലുള്ള ഫങ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് 1 അഥവാ ഇൻജക്റ്റീവ് ഫങ്ഷൻസ്. ഇനി എന്താണ് ഓൺ ടു ഫങ്ഷൻ അഥവാ സർജക്റ്റീവ് ഫങ്ഷൻസ്? എ ഫങ്ഷൻ f from a to b is called onto or surjective if every element in the codomain has at least one pre-image in the domain. സോ ഈ ആരോ ഡയഗ്രാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ കോഡൊമൈനിൽ നമുക്ക് 3 എലമെന്റ്സ് ആണുള്ളത്, എ ബി സി. ഇതിലെ എയുടെ പ്രീ ഇമേജ് ആണ് 1, ബിയുടെ പ്രീ ഇമേജുകളാണ് 2 ആൻഡ് 3, ആൻഡ് സിയുടെ പ്രീ ഇമേജ് ആണ് 4. സോ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓൺ ടു ആണ്, ബിക്കോസ് എല്ലാ എലമെന്റ്സും ബിയിലെ എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫംഗ്ഷൻ ഓൺ 1 അല്ല, കാരണം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ്, അതായത് 2നും 3ക്കും സെയിം ഇമേജ് ആണുള്ളത്. സോ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 അല്ല, പക്ഷെ ഓൺ ടു ആണ്. ഒരു എക്സാമ്പിൾ, ഷോ ദാറ്റ് ഫംഗ്ഷൻ f from n to n given by f of x equal to 2x is 1 but not on 2. സോ എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ഡൊമെയിനും കോഡൊമെയിനും എന്താണെന്ന് ശ്രദ്ധിക്കുക. സോ ഇവിടെ തന്നിരിക്കുന്ന ഡൊമെയിനും കോഡൊമെയിനും സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ ഇതും n ആണ്. സോ 1 2 3 4 5 6 എക്സെട്ര. ആൻഡ് ഇവിടെയും 1 2 3 4 5 6 7 8 എക്സെട്ര. സോ ദ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x പോകുന്നത്. സോ ഫസ്റ്റ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് എഫ് ഓഫ് 1. എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 2 into 1, ദാറ്റ് ഈസ് 2. സോ 1 എന്ന് പറയുന്ന എലമെന്റിന്റെ ഇമേജ് എന്ന് പറയുന്നത് 2 ആണ്. സോ 1 ഈസ് മാപ്പിംഗ് ടു 2. ഇനി രണ്ടാമത്തെ എലമെന്റ് ആയ 2ന്റെ ഇമേജ് എന്താന്ന് കണ്ടെത്തണം. സോ 2 വിച്ച് ഈസ് 2 into 2, that is 4. So 2 മാപ്പ് ചെയ്യുന്നത് 4ലോട്ടാണ്. സിമിലർലി 3 മാപ്പ് ചെയ്യുന്നത് 6ലോട്ട്, ആൻഡ് 4 മാപ്പ് ചെയ്യുന്നത് 8ലോട്ട്, 5 മാപ്പ് ചെയ്യുന്നത് 10ലോട്ട്, ആൻഡ് സോ ഓൺ. സോ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. നമുക്ക് ഈ ഫംഗ്ഷനെ റോസ്റ്റർ ഫോമിൽ എഴുതാം. എഫ് എന്ന് പറയുന്നത് 1 ഈസ് മാപ്പിംഗ് ടു 2, 2 ഈസ് മാപ്പിംഗ് ടു 4, ദെൻ 3 6 4 8 എക്സെട്ര. സോ ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ 1 ആണ്, പക്ഷേ ഓൺ ടു അല്ലെന്ന് പ്രൂവ് ചെയ്യണം. സോ ഒബ്വിയസ്ലി ഈ ഫംഗ്ഷൻ 1 ആണ്, കാരണം എവ്രി ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ്, അതായത് ഇവിടെയുള്ള എല്ലാ എലമെന്റ്സിനും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ്സിനും
ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇമേജസ് ആണുള്ളത്. ദെർഫോർ ഈ ഫംഗ്ഷൻ 1 1 ആണ്. ഇനി ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാനായി നോട്ട് ഓൺ ടു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാനായി നമുക്ക് നോക്കേണ്ടത് കോഡൊമെയിനുള്ള എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ടോ എന്നാണ്. സോ ഇവിടെ 1 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കോഡൊമെയിനിലെ 1 എന്ന് പറയുന്ന ഒരു എലമെന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 1ന് ഒരു പ്രീ ഇമേജും കണ്ടെത്താൻ കഴിയില്ല. ഇവിടെ പ്രീ ഇമേജ് ഉള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 2 4 6 8 10 അതെന്താണ്? ഈവൻ നമ്പേഴ്സ് ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഈ എലമെന്റ്സ് അല്ലെ 2 4 6 8 2 4 6 8 10 എക്സെട്ര ഇതാണ് നമ്മുടെ റേഞ്ച്. പക്ഷെ കോഡൊമെയിനിൽ വേറെ കുറെ നമ്പേഴ്സ് ഉണ്ട് വിച്ച് ഡസൻറ്റ് ഹാവ് പ്രീ ഇമേജ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല. ഓക്കെ, സോ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ the function is not f is not on to reason എന്താണ്? Reason because with one element of n there does not exist x element of n. ഈ n നമ്മുടെ കോഡൊമെയിനും ഈ എലമെന്റ് നമ്മുടെ ഡൊമെയിനും ആണ്. ഡസ് നോട്ട് എക്സിസ്റ്റ് എക്സ് എലമെന്റ് ഓഫ് n such that f of x equal to 1. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആകുന്ന തരത്തിൽ നമുക്ക് എക്സിനെ കണ്ടെത്താൻ സാധിക്കില്ല. ഓക്കെ, എക്സിനെ ഡൊമെയിനിൽ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു അല്ല. ഓക്കെ, സോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേറൊരു ക്രൈറ്റീരിയ, വി ആർ ഗെറ്റിംഗ് റേഞ്ച് ഈക്വൽ ടു കോഡൊമെയിൻ. റേഞ്ചും കോഡൊമെയിനും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒബ്വിയസ്ലി ഓൺ ടു ആണെന്ന് പറയാം. പക്ഷെ ഇവിടുത്തെ റേഞ്ച് ജസ്റ്റ് 2 4 6 8 ആണ്, ദ ഈവൻ നമ്പേഴ്സ്. അപ്പോൾ ഇതിന്റെ റേഞ്ചും കോഡൊമെയിനും ഡിഫറെൻ്റ് ആണ്. കോഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സോ രണ്ടും ഡിഫറെൻ്റ് ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, prove that the function f from R to R, set of all real numbers to real numbers, given by f of x equal to 2x is 1 1 and on 2. സെയിം ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷേ ഡൊമെയിനും കോഡൊമെയിനും ചേഞ്ച് ആയി. സോ ഇവിടെ എനിക്ക് ഡെസിമൽ നമ്പേഴ്സ് ആണ് ഉണ്ടാകുക. ഡെസിമൽ നമ്പേഴ്സും ഉൾപ്പെടുത്തണം. ഓക്കെ, സോ ഇഫ് ഐ കൺസിഡർ എനി എക്സ്, ഏതൊരു എക്സ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു 2x ഇവിടെ ഉണ്ടായിരിക്കും അല്ലേ. സോ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ജനറലി നമുക്ക് എഴുതാം എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ 1 1 എന്ന് പ്രൂവ് ചെയ്യാം. സോ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ്സിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. സോ ലെറ്റ് എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് ഞാൻ വിചാരിക്കാം. അതിനകത്തുനിന്ന് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് x1ഉം x2ഉം ഈക്വൽ ആണ്. അതായത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ്സിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടെന്ന് കൊണ്ടുവരാം. ഓക്കെ, സോ എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് കൊണ്ടുവന്നാൽ എഫ് ഓഫ് എക്സ് എന്താണെന്ന് എനിക്കറിയാം, ദാറ്റ് ഈസ് 2x. സോ എഫ് ഓഫ് എക്സ് 1 എന്ന് പറയുന്നത് 2x1, എഫ് ഓഫ് എക്സ് 2 എന്ന് പറയുന്നത് 2x2. സോ 2x1ഉം 2x2 ഈക്വൽ ആണെങ്കിൽ 2 2 ഗോട്ട് ക്യാൻസൽ, x1 ഈക്വൽ ടു x2. അതായത് ഞാൻ രണ്ട് ഇമേജസ് ഇക്വേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും പ്രീ ഇമേജസ്, അതായത് രണ്ട് ഔട്ട്പുട്ട്സ് ഇക്വേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇൻപുട്ട്സ് ഈക്വൽ ആണെന്ന് വന്നു. ഓക്കെ, therefore f is 1. ഇനി ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഞാൻ ഇവിടെ ഒരു y എടുത്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വേരിയബിൾ ഒരു y എടുത്തു കഴിഞ്ഞാൽ ഐ ഹാവ് ടു ഫൈൻഡ്
corresponding x in domain such that f of x equal to y. അതായത് ഇവിടെ ഒരു y ഉണ്ടെങ്കിൽ എനിക്ക് അതിന് പ്രീ ഇമേജ് കണ്ടെത്തണം. ഞാനൊരു റാൻഡം ആർബിട്രറി വാല്യൂ കൺസിഡർ ചെയ്തു. ഓക്കെ, സോ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇവിടെ ഉണ്ടായിരിക്കും. സോ ആർബിട്രറി ആയിട്ട് ഒരു y ഞാൻ കൺസിഡർ ചെയ്തു. സോ yക്ക് ഒരു പ്രീ ഇമേജ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ് y ബിലോങ്സ് ടു R. ഈ R എന്ന് പറയുന്നത് നമ്മുടെ കോഡൊമൈൻ ആണ്. ഓക്കെ, എനിക്ക് ഇവിടെ ഇതിന് പ്രീ ഇമേജ് കണ്ടെത്തണം. സച്ച് ദാറ്റ് ആ പ്രീ ഇമേജ് എഫ് ഓഫ് എക്സ്, ലെറ്റ്സ് സേ അതിന്റെ പ്രീ ഇമേജ് എന്ന് പറയുന്നത് എക്സ് ആണ്. സോ എഫ് ഓഫ് എക്സ് മസ്റ്റ് ബി വൈ ആയിരിക്കും. സോ ദ ഫംഗ്ഷൻ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ 2x ആയതുകൊണ്ട് വൈയുടെ പ്രീ ഇമേജ് എന്തായിരിക്കും? y/2 അല്ലേ? കാരണം y/2 എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്താലേ വൈയിലേക്ക് മാപ്പ് ചെയ്യൂ. നോക്കാം. There exists y/2 belongs to R such that f of y/2. എന്താണ് f of y/2? f of x എന്താണെന്ന് അറിയാം. That is 2x. f of y/2 എന്ന് പറഞ്ഞാൽ 2 into എക്സിന് പകരം ആരാ ഉള്ളത്? y/2 അല്ലേ? സോ y/2. 2 got cancel. So y. അതായത് ഏതൊരു നമ്പർ എടുത്തു കഴിഞ്ഞാലും കോഡൊമൈനിൽ അതിന് കറസ്പോണ്ടിങ് പ്രീ ഇമേജ് എനിക്ക് ഇവിടെ കണ്ടെത്താം. ലെറ്റ്സ് സേ റാൻഡംലി ഞാനൊരു 1 എന്ന് പറയുന്ന എലമെന്റ് ഞാനിവിടെ കൺസിഡർ ചെയ്തു. സോ 1ന്റെ പ്രീ ഇമേജ് എന്തായിരിക്കും? 1/2 ആയിരിക്കും. സോ എഫ് ഓഫ് 1/2 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ഇനി ഞാനിവിടെ 0.5 എടുത്തു. സോ 0.5 എന്ന് പറഞ്ഞാൽ 1/2. സോ 0.5 ഡിവൈഡഡ് ബൈ 2, ദാറ്റ്സ് 1/4 ആണ് അതിന്റെ പ്രീ ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഏതൊരു y എടുത്തു കഴിഞ്ഞാലും ഐ ക്യാൻ ഫൈൻഡ് ഒരു പ്രീ ഇമേജ് ഇൻ ഡൊമൈൻ. ഓക്കെ, therefore f is on. അടുത്ത ക്വസ്റ്റ്യൻ, check the injectivity and the surjectivity of the following functions. ഓക്കെ, ഇൻജക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. സർജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നും നാച്ചുറൽ നമ്പേഴ്സിലായിരിക്കാം. ഓക്കെ, സോ ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5, 6, 7 എക്സെട്ര 8 എക്സെട്ര. സോ ഇവിടെയും ദ സെയിം 1, 2, 3, 4, 5, 6, 7, 8, 9 എക്സെട്ര. ഓക്കെ, സോ ദ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 1 ആണ്. സോ 1 മാപ്പ് ചെയ്യുന്നത് 1 എഫ് ഓഫ് 1 എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. സോ 1 സ്ക്വയർ എന്ന് പറയുന്നത് 1. സോ 1 ഈസ് മാപ്പിംഗ് ടു 1. അതുപോലെ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്, ദാറ്റ്സ് 4. സോ ഇത് മാപ്പ് ചെയ്യുന്നത് 4ലോട്ട്. ദെൻ എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 3 സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് 9. ഓക്കെ, ഓക്കെ, സോ ദ ഫംഗ്ഷൻ പോകുന്നത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1, 1, 2 ഈസ് മാപ്പിംഗ് ടു 4, 3, 9, 4, 16 എക്സെട്ര. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ ഇൻ റോസ്റ്റർ ഫോം. ക്വസ്റ്റ്യൻ, ഇത് ഇൻജക്റ്റീവ് ആണോ സർജക്റ്റീവ് ആണോ? ഇൻജക്റ്റീവ് ആയിരിക്കും അല്ലേ? ബിക്കോസ് ഏതൊരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ് എടുത്തു കഴിഞ്ഞാലും ഇൻ ഡൊമൈൻ എടുത്തു കഴിഞ്ഞാലും അതിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജ് ഉണ്ടായിരിക്കും. അത് എഴുതണം അല്ലേ? സോ 1, 1 നമ്മൾ എന്ത് ചെയ്യും? രണ്ട് ഔട്ട്പുട്ടുകൾ, അതായത് എഫ് ഓഫ് എക്സ് 1ഉം എഫ് ഓഫ് എക്സ് 2ഉം ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇൻപുട്ടുകൾ ആയ x1ഉം x2ഉം ഈക്വൽ ആയിരിക്കും. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് സ്ക്വയർ ആണ്. സോ എഫ് ഓഫ് x1 എന്ന് പറയുന്നത് എന്തായിരിക്കും? x1 സ്ക്വയർ. അതുപോലെ തന്നെ എഫ് ഓഫ് x2 എന്ന് പറയുന്നത് x2 സ്ക്വയർ. x1ന്റെയും x2ന്റെയും സ്ക്വയർ ഈക്വൽ ആണെങ്കിൽ x1നെയും x2നെയും എനിക്ക് ഇക്വേറ്റ് ചെയ്യാം. കാരണം ഇത് നാച്ചുറൽ നമ്പേഴ്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ x1ന്റെയും x2ന്റെയും സ്ക്വയർ ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1ന്റെയും x2ന്റെയും ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നു വരില്ല. ഓക്കെ, സോ ഇത് 1, 1 ആണ്. എഫ് ഈസ് 1, 1. ഇനി ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഈസിയാണ്. ബിക്കോസ് ഇവിടെ യു ക്യാൻ സി
2 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. ഏതെങ്കിലും ഒരു നമ്പറിന് പ്രീ ഇമേജ് ഇല്ലാതിരുന്നാൽ മതി. കോഡൊമൈനിലെ ഏതെങ്കിലും ഒരു എലമെന്റിന് പ്രീ ഇമേജ് ഇല്ലെങ്കിൽ അത് സർജക്റ്റീവ് ആയിരിക്കില്ല. 2 എന്ന് പറയുന്ന ഒരു എലമെന്റ് കോഡൊമൈനിലുണ്ട് വിച്ച് ഡസൻ ഹാവ് എനി പ്രീ ഇമേജ്. സോ 2 belongs to n, but there does not exist x belongs to n. ഇത് ഡൊമൈനിലെ n ആണ്. such that f of x equal to 2. അതായത് 2ന് ഒരു ഫ്രീ ഇമേജ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനേക്കാളും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1, 4, 9, 16 ആണ്. കോഡൊമൈൻ എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര ആണ്. ഒബ്വിയസ്ലി ദേ ആർ ഡിഫറെന്റ് അല്ലേ? സോ കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു റേഞ്ച്, ദെർഫോർ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. അങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, സോ ദ ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. ഫംഗ്ഷൻ 1, 1 ആണ്, ഓൺ ടു അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, സെയിം ഫംഗ്ഷൻ ആണ്, പക്ഷേ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സിൽ നിന്നും ഇൻഡിജേഴ്സിലേക്കാണ്. സോ വി ഹാവ് ടു കൺസിഡർ ദ നെഗറ്റീവ് വാല്യൂസ് ആസ് വെൽ. സോ എക്സെട്ര -2, -1, 0, 1, 2, 3 എക്സെട്ര. സോ ഇവിടെ ഉണ്ടാവും -2, -1, 0, 1, 2, 3, 4, 5, 6, 7, 8, 9 എക്സെട്ര. സോ -2 മാപ്പ് ചെയ്യുന്നത് 4ലോട്ടാണ്. -1 മാപ്പ് ചെയ്യുന്നത് -1ന്റെ സ്ക്വയർ എന്താണ്? 1 ആണ്. സോ 1ലോട്ട്. 0ന്റെ സ്ക്വയർ 0. 1ന്റെ ഇമേജ് 1 സ്ക്വയർ, ദാറ്റ്സ് 1. 2ന്റെ ഇമേജ് അഗെയിൻ 4. -3ന്റെയും 3യുടെയും ഇമേജ് 9. സോ നോക്കാം, ഈ ക്വസ്റ്റിനകത്ത് യു കൻ സി എഫ് ഓഫ് 1ഉം എഫ് ഓഫ് -1ഉം എന്താണ്? 1 തന്നെയാണ്. അതായത് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആണ്. പക്ഷെ ഇതിൽ നിന്നും 1ഉം -1ഉം ഈക്വൽ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് ദേ ആർ ഡിഫറെന്റ്. സോ ബട്ട് 1 നോട്ട് ഈക്വൽ ടു -1. അതായത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ്സ്, അതായത് ഇപ്പൊ -1ഉം 1ഉം ഡിഫറെന്റ് ആണ്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ്സിന് സെയിം ഇമേജ് ഉണ്ട് അല്ലെ? സെയിം ഇമേജ് എന്താണ്? 1 ആണ്. സോ അതുപോലെ തന്നെ -2ഉം 2ഉം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2 ഡിഫറെന്റ് ഇമേജ് എലമെന്റ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഇമേജ് ആണ്, 4 ആണുള്ളത്. ദെർഫോർ ദിസ് ഈസ് നോട്ട് 1, 1. എഫ് ഈസ് നോട്ട് 1, 1. ഓക്കെ, ഇനി ഓൺ ടു ആണോ എന്ന് നോക്കണം. ഓൺ ടു അല്ല, കാരണം ഇവിടെ ഇപ്പൊ നോക്കിയാൽ 2 എന്ന് പറയുന്ന ഒരു എലമെന്റ് കൺസിഡർ ചെയ്യുക, 3 എന്ന് പറയുന്ന ഒരു എലമെന്റ് കൺസിഡർ ചെയ്യുക. ഇതിനൊന്നും പ്രീ ഇമേജസ് ഇല്ല. സോ 2 എന്ന് പറയുന്ന എലമെന്റിന്റെ പ്രീ ഇമേജ് ഡൊമൈനിൽ എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്? 1, 1 അല്ല. ഓൺ ടു അല്ല. സോ for 2 element of z that does not exist, അല്ലെങ്കിൽ നമുക്ക് മുന്നേ പറഞ്ഞ പോലെ എഴുതാം, റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. റേഞ്ച് എഴുതാം ആദ്യം. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ നമ്പേഴ്സ് ആയിരിക്കും അല്ലെ? 0 തുടങ്ങി. സോ 0, 1, then 2ന്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9, 16 എക്സെട്ര. ഇതാണ് നമ്മുടെ റേഞ്ച് വരുന്നത്. കോഡൊമൈൻ എന്ന് പറയുന്നത് ഇവർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ആണ്. എക്സെട്ര -2, -1, 0, 1, 2 എക്സെട്ര. ഇതാണ്. സോ ഒബ്വിയസ്ലി ദേ ആർ ഡിഫറെന്റ് അല്ലെ? റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ, ദെർഫോർ ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. എഫ് ഈസ് നോട്ട് ഓൺ ടു. 1, 1ഉം അല്ല, ഓൺ ടു അല്ല. 1, 1 അല്ലാത്തതിന്റെ കാരണം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2 എലമെന്റ്സിന് സെയിം ഇമേജ് വന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എഫ് ഈസ് ഫ്രം n ടു n. നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നും നാച്ചുറൽ നമ്പേഴ്സിലേക്ക് ആണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. സോ ചിന്തിക്കുക, 1, 2, 3, 4, 5 എക്സെട്ര. ഇവിടെ 1, 2, 3,
4 5 6 7 8 etc. സോ വണ്ണിന്റെ ക്യൂബായ 1 അതിലോട്ട് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. 2ന്റെ ക്യൂബ് 8, സോ 8ലോട്ട് മാപ്പ് ചെയ്യും. ഓക്കെ, സോ 3യുടെ ക്യൂബ് 27 ഞാൻ എഴുതിയിട്ടില്ല. സോ ആൻഡ് സോ ആണ്. സോ ഓർക്കാം, ഈ ഫംഗ്ഷൻ ഒബ്വിയസ്ലി 1 ആണ്. കാരണം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ്സിനെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ്. ഇപ്പോൾ 1ന് വേറൊരു പ്രീ ഇമേജ് വരാനുള്ള ചാൻസ് ഇല്ല. ദ സെയിം ടൈം 8ന് വേറൊരു പ്രീ ഇമേജ്, 2 അല്ലാതെ വേറൊരു പ്രീ ഇമേജ് വരാൻ ചാൻസ് ഇല്ല. ദർഫോർ എഫ് ഈസ് 1 എഫ് 1 ആണ്, ഓൺ ടു അല്ല. ഓൺ ടു അല്ല എന്ന് പറയുന്നതിന്റെ കാരണം ഇതിന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത്, കോഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്, അല്ലെ? സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. റേഞ്ച് എന്ന് പറയുന്നത് ക്യൂബ് നമ്പേഴ്സ്. സോ 1 8 27 64 അങ്ങനെ പോകും. Obviously these two sets are different. Therefore range not equal to codomain. Range codomaiനും different ആയതുകൊണ്ട് F is not on to. Okay, thank you.